ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ്. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഗൈസ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റു, നമ്മുടെ ജിമ്മിൽ പോയപ്പം കുറച്ച് കാര്യങ്ങൾ നടന്നു ഗൈസ്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെയാണ് ജിമ്മിൽ പോയത്. ജിമ്മിൽ പോയപ്പോഴത്തേനും ഉള്ള വിഷ്വൽസും നമ്മളിടയിൽ സംസാരിച്ച ഒരു കാര്യം കൂടെ ആയിട്ട് ഞാൻ അടുത്തിനി കാണിക്കാം. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് വരൂ ഗൈസ്. യെസ് ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ജിമ്മ്. ഇന്നെനിക്ക് ചെസ്റ്റിൻ്റെ വർക്കൗട്ടായിരുന്നു. അപ്പം ഈ ജിമ്മ് വന്നിട്ട് ഫോക്സ് ജിം എന്ന് പറയും. നമ്മുടെ കഴക്കൂട്ടത്താണ് ജിമ്മ് വരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ജിമ്മാണ്. ആ നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പം അവൻ്റെ PT-യുടെ കൂടെ ഇന്ന് ബിസി ആയിരുന്നു. അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പം ഈ കിടന്ന് വർക്കൗട്ട് ചെയ്യണതാണ് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജുബിൻ ഡാനി. രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് രാവിലെ കുറച്ചെടുക്കും. നാണം പറഞ്ഞതിന് എനിക്ക് ഒന്നുകൂടെ നോക്കി സർക്കാരുണ്ടല്ലോ ഈ റോഡിനെ മുളച്ച റോഡാക്കി വെച്ചേക്കുവാണ്. അരുണെ കൊണ്ട് 30 ദിവസം കണ്ടിന്യൂസ് ബ്ലോഗ് നടക്കണ പരിപാടിയില്ല. ശരിയാണ്, ഇതുവരെ നടന്നിട്ടില്ല. നടക്കണ ഇനി നടക്കുവേ നടക്കും. കാണിച്ചു തന്നാ നിനക്കുണ്ടല്ല ഒരു ദിവസം ഞാനുണ്ടല്ല, ഞാൻ നിന്റെ പാരകളെ കൊണ്ടുപോയി ഫുഡ് നിന്റെ വക പാരകൾ ഒരു ദിവസം ഒരു മീന് ചാലഞ്ചാണ് ജുബിനെ. ശരി, പാരഗണല്ല ഞാൻ പറയണ സ്ഥലം. ഇല്ല പാരകൾ ഇതെന്റെ ഡിമാൻഡ്. പാരകൾ 30 ദിവസം നീ ചെയ്താൽ 31ാമത്തെ ദിവസം ഈ പറഞ്ഞ സാധനം ഞാൻ ചെയ്യും. ശരി, 30 ദിവസം എന്റെ ചാനലില് ഓട്ടോമോട്ടീവ് ഈ ചാനലിൽ വ്ളോഗ് 30 ദിവസം കണ്ടിന്യൂസ് വരണം. കണ്ടിന്യൂസ് ഒരു ദിവസം ഒരു ഗ്യാപ്പ് വന്നാൽ തീർന്നു. കഴിഞ്ഞ അവിടെ ചലഞ്ച് ബ്രേക്ക് ഇവിടെ ആണെങ്കിൽ എൻ്റെ പിറകെ നടക്കുന്നു. രാവിലെ എല്ലാം തിന്നാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി തരാം. ഇത് നമ്മുടെ റൂണി. ഇതോ അവിടെ കിടക്കുന്നത് നമ്മുടെ ബ്ലാക്കി. പിന്നെ അപ്പുറത്ത് വിളയിലൊരു ഐറ്റം ഉണ്ട് ഗൈസ്. അതൊരു 1.5 ഐറ്റമാണ്. അതൊരു വട്ട ഐറ്റം. മിണ്ടായിടാ ഗൈസ്. ഈ പാത്രം ഇട്ട് കുടിക്കുമ്പോൾ വന്ന് നിൽക്കുന്നുണ്ടോ 3 4. ഇതാണ് ലിയോ, ഇതിൻ്റെയൊക്കെ അമ്മ. അച്ഛ ഒരു നാടൻ പൂച്ചയാണ് ഗൈസ്. ബാബാ ഗൈസ്, ഇപ്പം ഞാൻ ഉള്ളത് കടയിലാണ്. നമ്മുടെ മാമൻ്റെ അമ്മ മരിച്ചു. അപ്പം അങ്ങനെ മരണ വീടാണ്. അവിടത്തേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഏണിക്കര ജംഗ്ഷൻ ഗൈസ്. നമ്മുടെ ബൈക്കൊക്കെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ബൈക്കിൻ്റെ അടുത്തുനിന്ന് ആർക്കും ഇഷ്ടമല്ല ഗൈസ്. എൻ്റെ സിംബക്കുട്ടൻ. യെസ് ഗൈസ്, അപ്പം ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ അനിയനാണ്. അതായത് സ്വന്തം അനിയനല്ല, എൻ്റെ കസിൻ ബ്രദറാണ്. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്ന വഴിയാണ്. അതിനുശേഷം ഗൈസ് ഞാൻ നേരെ പോയത് എൻ്റെ സ്കൂളിലോട്ടാണ്, എൻ്റെ പഴയ സ്കൂളിലോട്ട്. ഏകദേശം ഒരു 4-5 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത്. ശരിക്കും ഞാൻ ഈ പഠിച്ചതല്ല എൻ്റെ ഒറിജിനൽ സ്കൂള്. നമ്മൾ അകത്തെ ക്യാമ്പസിലായിരുന്നു. ഇതിപ്പം ഞാൻ പഠിച്ചതിന് ശേഷം പുതിയതായിട്ട് കിട്ടിയ ബിൽഡിങ്ങാണ്. അമ്മ അവിടെ ഇരുന്ന് എൻ്റെ ഫോട്ടോസൊക്കെ വെറുതെ എടുത്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനുശേഷം ഗൈസ് അവിടെ സ്കൂളിൽ ബെല്ലടിച്ച് വിട്ടുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ പഴയ ഒരു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉള്ളൊരു കണക്ക് തോന്നി. അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ അകത്ത്, ഇതാണ് ഞാൻ പഠിച്ച ക്യാമ്പസ്. ഞാൻ പഠിച്ചപ്പം ഉണ്ടായിരുന്ന എൻ്റെ സ്കൂളും ക്യാമ്പസൊക്കെ ഇതായിരുന്നു ഗൈസ്. അതൊരു വല്ലാത്തൊരു മെമ്മറീസ് തന്നെയായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം
ഇതിനകത്ത് അവിടെ പോകുന്നത് തന്നെ. അപ്പം ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ഡേ 1 ഓഫ് 30 days വ്ളോഗിങ് ചാലഞ്ച്. ഇന്നെൻ്റെ കൂട്ടുകാരൻ തന്ന ചാലഞ്ചാണ് സംഭവം. അവൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ അപ്പുറം തള്ളി മറിച്ചിട്ടുണ്ട്. അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യുന്നൊക്കെ തള്ളി മറിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വ്ളോഗ് എടുത്ത് ഓണാക്കി ചുമ്മാ പറഞ്ഞപ്പോഴത്തേനും അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അത് വീഡിയോയിൽ ഒന്ന് പറയുമെന്ന് കേട്ടു. അങ്ങനെ പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്തിനാ ഗൈസ്, കൂടെ നിന്നുള്ളവർ, ഇതുവരെ കണ്ടിരുന്നവരും നമ്മുടെ ചാനൽ നേരത്തെ കണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നത് സ്റ്റേ സേഫ്, റൈറ്റ് സേഫ് ആൻഡ് ബൂം.